പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ ഒരു വകഭേദം തന്നെയാണ്. കണക്കുകൾ പറയുന്നത് 7 സ്ത്രീ either പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് നോർമലാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും ഇല്ല, 1 എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സാധാരണയായിട്ട് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ്, അതായത് ഡെലിവറിക്ക് ശേഷം 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സിംറ്റംസ് കാണിക്കണം എന്നില്ല, നിർബന്ധമില്ല. അത് എപ്പോൾ വേണമെങ്കിലും വരാം. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് ഉണ്ടാവുക, പിന്നെ ഭയങ്കരമായിട്ട് ഹോപ്പ്ലെസ് ആയതുപോലെ തോന്നുക. പിന്നെ എപ്പോഴും ക്ലിനിക്കൽ കേസിൽ കാണാറുള്ളത് ഇതൊരു സന്തോഷിക്കേണ്ട അവസരമായിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. അതാണ് എപ്പോഴും ആൾക്കാർ പറയാറുള്ളൊരു കാര്യം. അപ്പോൾ അത് പറ്റുന്നില്ല എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഗിൽറ്റ്, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ സാധിക്കുന്നില്ല, ഞാനൊരു നല്ല മദർ അല്ല, ഇത്തരത്തിലുള്ള ചിന്താഗതി. കുറച്ചും കൂടെ അതിൻ്റെ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് സൂയിസൈഡൽ തോട്ട്സ് വരാറുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വയം അപകടപ്പെടുത്താനും അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിനെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള പേടി, ഇതൊക്കെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള തോന്നൽ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോകുമോ, ഇത്തരം തോട്ട്സൊക്കെ വരുന്നത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലും കാണാറുണ്ട്. പിന്നെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉണ്ട്, അത് റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ ഒരു സൈക്കോസിസിൻ്റെ നമുക്കറിയാം ഡെല്യൂഷനും ഹാലൂസിനേഷനും ഒക്കെ ഉള്ളൊരവസ്ഥയാണ്, ഇതും കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ടിലും കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറയും, അതായത് സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് കുഞ്ഞിൻ്റെ സേഫ്റ്റിയും കൂടി നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരിക്കലും നമുക്ക് വളരെ നോർമലായിട്ട് ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അവർ കാണിക്കുന്ന പോലെ തന്നെ ബിഹേവിയർ എല്ലാവരും കാണിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അത് തിരിച്ചറിയുകയും ഏർലി വാർണിംഗ് സൈൻസ് കണ്ടുപിടിക്കുകയും അപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എടുക്കുകയും വേണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറേ കൂടി അവെയർ ആയിട്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഏർലി വാർണിംഗ് സൈൻസോ സിംറ്റംസോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം.